ഗുഡ് മോർണിംഗ് ധന്യ, ഗുഡ് മോർണിംഗ് സിനുജി. നമ്മുടെ ബംഗ്ലാദേശ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് ആശങ്ക ഉയർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ മറ്റൊരു അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാനിൽ താലിബാനിസം അധികാരം കീഴടക്കി അവിടുത്തെ ആൾക്കാരുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നതിനിടെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ്. നമ്മൾ എന്നാലും വിചാരിച്ചു ബംഗ്ലാദേശിൽ വലിയ കുഴപ്പമില്ലാതെ യൂനസ് കൊണ്ടുപോകാമായിരിക്കും എന്ന് നമ്മൾ ആശിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഇപ്പോഴത്തെ ജമാഅത്തെ ഇസ്ലാമി അവിടെ കീഴടക്കിയെങ്കിൽ പോലും നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു മുഹമ്മദ് യൂനസ് വന്ന് അതിനെ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകുമായിരിക്കുമെന്ന്. പക്ഷെ അല്ല. ഇപ്പോഴത്തെ ചില പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു താലിബാൻ ആകാനുള്ള ഒരു പോക്കിലാണ് എന്ന്. അതായത് ദുർഗാ പൂജ നടത്തുമ്പോൾ ഈ ആസാൻ നമാസ് എന്നീ അവരുടെ നിസ്കാരം ഉണ്ടല്ലോ, ആ നിസ്കാര സമയത്ത് ദുർഗാ പൂജയ്ക്കുള്ള നാമജപോ പാട്ട് അതെല്ലാം നിർത്തിവെക്കണം. ഇവരെല്ലാം സംഗീതത്തിനൊക്കെ എതിരാണ്. അപ്പൊ ആ ഒരു പാട്ട് നിർത്തിവെക്കണം, പൂജ നിർത്തിവെക്കണം എന്ന രീതിയിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സിനിജയെ കേട്ടായിരുന്നോ അത്? ഈ ദുർഗാപൂജ എന്ന് പറഞ്ഞാൽ ഹൈന്ദവ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള ദുർഗാപൂജ ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹം ആഘോഷിക്കും. അത് എല്ലാ വർഷവും നടക്കുന്ന ഒരു ചടങ്ങാണ്. പക്ഷേ ഇത്തവണ എന്താ സംഭവിച്ചത്? ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വം നൽകുന്ന ഒരു പുതിയ ഗവൺമെന്റ് ഈ പറയുന്ന ബംഗ്ലാദേശിൽ അധികാരത്തിലേക്ക് വരുന്നു. എന്നാൽ അവർ നേതൃത്വത്തിലില്ല. മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന പാവയെ മുമ്പിൽ വെച്ചിട്ട് അവർ ചെയ്യുകയാണ്. ഇപ്പോൾ ഇറങ്ങിയ ഉത്തരവനുസരിച്ച് ദുർഗാപൂജ സമയത്ത് നടത്തുന്ന ആഘോഷങ്ങളെല്ലാം നിർത്തിവെക്കണം. എപ്പോൾ? നമസ്കാരത്തിന് അല്ലെ അവരുടെ നിസ്കാരത്തിന് മുമ്പ് 5 മിനിറ്റ് മുമ്പ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സൈലൻ്റ് ആയിരിക്കണമെന്ന്. അപ്പോൾ ദുർഗാപൂജ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകളുണ്ടാകാം, വാദ്യഘോഷങ്ങൾ അകമ്പടിയോടെയുള്ള പാട്ടുകളുണ്ടാകാം, ഇതെല്ലാം തന്നെ നിർത്തിവെക്കണം. എന്ന് പറഞ്ഞാൽ ഈ ദുർഗാപൂജയെ പൂർണ്ണമായും അലങ്കോലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ബംഗ്ലാദേശ് സർക്കാർ നടത്തുന്ന കൃത്യമായ അടുത്ത നീക്കം. നമുക്കറിയാം ഈ ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയതിന് ശേഷം വ്യാപകമായ ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണം അവിടെ നടന്നു. ഹിന്ദുക്കളെ ഏതാണ്ട് ഉന്മൂലനം ചെയ്യാനുള്ള പ്രവൃത്തി നടന്നു. ചെറിയ പെൺകുട്ടികളെ അടക്കം ബലാത്സംഗം ചെയ്യുന്നു, ജോലിയിൽ നിന്ന് നിർബന്ധപൂർവ്വം റിലീവ് ചെയ്യിക്കുന്നു, അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തു. അപ്പോൾ ലോക സമൂഹം ഇക്കാര്യങ്ങൾ കാണുന്നു. ഉടനെ ലോക സമൂഹം അല്ലെങ്കിൽ UN ഇടപെടുന്നു. നിങ്ങൾ എന്താണ് ഈ ഹൈന്ദവരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊരു അപകടകരമായ അവസ്ഥയിലേക്ക് പോകുമെന്ന് പറഞ്ഞതോടുകൂടി താൽക്കാലികമായി അത് നിർത്തിവെച്ചു എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ എന്താ അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുകയാണ്. ഇത്തരത്തിലുള്ള ദുർഗാപൂജ പോലെയുള്ള ഹൈന്ദവരുടെ ആഘോഷങ്ങളെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ താലിബാൻ മോഡലിൽ ഞങ്ങൾ ബംഗ്ലാദേശിൽ ഭരണം നടത്തുന്നു, മത നിയമങ്ങളാണ് ഇവിടെ നടപ്പാക്കുക, ഞങ്ങളുടെ മതം പറയുന്ന പോലെ കാര്യങ്ങൾ മതി. നമ്മൾ കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തിരുന്നു. അവിടെ സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങി ഒച്ചത്തിൽ മിണ്ടാൻ പാടില്ല, സംഗീത ഉപകരണങ്ങൾ അതായത് സംഗീതം ആസ്വദിക്കാൻ പാടില്ല, സംഗീത ഉപകരണങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ തല്ലി തകർത്തു. അങ്ങനെ ബംഗ്ലാദേശിനെ സമ്പൂർണ്ണമായി ഇസ്ലാമികവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുന്നു. ലോകത്താദ്യമായി ജമാഅത്ത് ഇസ്ലാമിയുടെ കയ്യിലേക്ക് ഒരു ഭരണകൂടം വന്നു ചേരുന്നു എന്ന ഒരു സ്ഥിതി വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്ന് അറിയില്ല. ആ രീതിയിൽ അവർ ആകെപ്പാടെ നമ്മൾ ഈ ആക്രാന്തം കാണിക്കുക എന്നൊക്കെ പറയില്ല, ഏതാണ്ട് അതിന് തുല്യമായ രീതിയിലാണ് പറയുന്നത്. ഒരു സമൂഹത്തിൻ്റെ ആഘോഷങ്ങളെ ആചാരങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. ഇനി ഈ പറയുന്ന പോലെ 5 മിനിറ്റ് നിസ്കാരത്തിന് മുമ്പ് നിർത്തിവെച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ആഘോഷ ചടങ്ങുകളിലേക്ക് ഇവർ കടന്നു ചെല്ലും, എന്നിട്ട് അവിടെ ഒരു അക്രമം ഉണ്ടാക്കും, എന്നിട്ട് അവിടെയും ഈ പറയുന്ന പോലെ ആളുകളെ കൊല്ലുന്ന നിലപാട് പോലും സ്വീകരിച്ചാൽ അതിനെ ആരും പ്രതിരോധിക്കില്ല. തീർച്ചയായിട്ടും ഈ പറഞ്ഞത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഹിന്ദുക്കളെയും ഹിന്ദു ക്ഷേത്രങ്ങളെയും ഒക്കെ ഈ ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട ആ കലാപത്തിൽ അടിച്ചു തകർക്കുന്നതും അവരെ ഉപദ്രവിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ഹിന്ദുക്കളോടുള്ള ഒരു പക തീർക്കൽ പോലെയാണ് ഈ ബംഗ്ലാദേശിൽ ആ സമയത്ത് നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ വീക്ഷിച്ചത്. എന്നിട്ടും ഇന്ത്യ അതിൽ എന്തുകൊണ്ട് മൗനം പാലിച്ചു എന്നുള്ള ചോദ്യങ്ങളൊക്കെ പല ആവർത്തി ഉയർന്നു വന്നതാണ്. പക്ഷേ അത്തരത്തിൽ ഇന്ത്യ എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ ഒരു കലാപമായി അത് മാറുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഇന്ത്യ മൗനം പാലിച്ചത്. ഇപ്പോൾ ഈ നിസ്കാര സമയത്ത് ദുർഗാപൂജ നിർത്തിവെക്കണം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കേറ്റ വലിയ തിരിച്ചടി തന്നെയാണ്. ഇക്കാര്യത്തിൽ ഇനി ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കും? ഷെയ്ഖ് ഹസീനയുടെ സമയത്തൊക്കെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഒരു പരിധിവരെ അവർ സുരക്ഷിതരായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഷെയ്ഖ് ഹസീനയ്ക്ക് ശേഷം വന്ന ഇടക്കാല സർക്കാർ യൂനസ് അല്ല ഭരിക്കുന്നത്, ഭരണചക്രം തിരിക്കുന്നത് ജമാഅത്തെയാണ്. അവരുടെ മത നിയമങ്ങൾ അതിനനുസൃതമായി തന്നെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അവിടുത്തെ ഹിന്ദു സമൂഹം വളരെ വലിയ വില കൊടുക്കേണ്ടി വരും പലതിനും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ യൂനസ് പറയുന്നുണ്ട് അധികാരത്തിലേറിയതിനു ശേഷം നരേന്ദ്രമോദി ഫോണിൽ വിളിച്ചു അഭിനന്ദനങ്ങൾ അറിയിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളോട് വളരെ മാന്യമല്ലാത്ത രീതിയിൽ പെരുമാറുകയോ അവരുടെ ആചാരങ്ങൾക്ക് എതിര് നിൽക്കുകയോ ഒക്കെ ചെയ്താൽ ഇന്ത്യ ഇടപെടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത്തരത്തിൽ ഇന്ത്യ ഇടപെടുമ്പോൾ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ബംഗ്ലാദേശിന് നേരിടേണ്ടി വരും?
ഇപ്പോൾ ഇവിടെ ഇന്ത്യ ഇടപെടുന്നതിനെക്കാട്ടിയും വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമുണ്ട്. ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, അതായത് ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് ബംഗ്ലാദേശ് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ ഉത്തരവാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് അല്ലെങ്കിൽ ഉത്തരവിൽ പറയുന്നത് ക്രമസമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അതായത് ദുർഗാപൂജ നിർത്തിവെക്കണമെന്ന് പറയുന്നത് ക്രമസമാധാനം നിലനിർത്താനാണ്. അതായത് ഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള ഒരു സ്ഥലത്ത് അവിടുത്തെ ഭരണകൂടത്തിന് ആ ജനതയെ നിലയ്ക്ക് നിർത്താൻ പറ്റില്ല എന്ന് കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ നിസ്കാരത്തിന് മുമ്പ് 5 മിനിറ്റ് മുമ്പ് നിങ്ങളുടെ ആഘോഷങ്ങൾ, നിങ്ങളുടെ ശബ്ദ കോലാഹലങ്ങൾ ഇതെല്ലാം പൂർണ്ണമായി നിർത്തണം. ഒരു ശബ്ദവും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ 5 നേരമൊക്കെ ഈ പറയുന്ന വാങ്കുവിളിയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ സമയമെല്ലാം നോക്കി 5 മിനിറ്റ് മുമ്പ് നിർത്തണം. ഇത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തുടങ്ങാവൂ. ഇല്ലെങ്കിൽ ക്രമസമാധാന നില തകരും എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ നിങ്ങൾ ഹിന്ദുക്കൾക്കെതിരെ ഞങ്ങൾ ഏത് രീതിയിൽ ആക്രമണം നടത്തിയോ ഇതിൻ്റെ കൂടുതൽ ഇരട്ടിയായി ഈ ആക്രമണം നടത്തും. ഇപ്പോൾ പറയാനൊരു ന്യായമുണ്ട്. കാരണം ഞങ്ങളുടെ മതപരമായ നിസ്കാര ചടങ്ങുകൾ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ ഹിന്ദു സമൂഹം പ്രാർത്ഥനകൾ ചൊല്ലി അല്ലെങ്കിൽ അവരുടേതായ മതവിശ്വാസങ്ങൾ ഞങ്ങളെ അലോസരപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അവരെ ആക്രമിക്കാം. അപ്പോൾ ഹിന്ദുക്കളുടെ വീട് കയറി ആക്രമിക്കാം, അവരെ കൊള്ളയടിക്കാം. ഇനി ഇവർ കൂടി നിന്ന് എവിടെയെങ്കിലും പ്രാർത്ഥന നടത്തുകയോ ഘോഷയാത്ര നടത്തുകയാണെങ്കിൽ അതിനുള്ളിലേക്ക് ഇടിച്ചു കയറി അക്രമങ്ങൾ നടത്താം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യയിൽ ഈ കർണാടകയിൽ അതുപോലെ തന്നെ ഗുജറാത്തിലൊക്കെ ഇതിന് സമാനമായ സംഭവം ഉണ്ടായില്ലേ? ഗണേശ വിഗ്രഹം, അതെ, ഗണേശ വിഗ്രഹ ഘോഷയാത്ര പോകുന്നതിൻ്റെ മേലിലോട്ട് ചെരുപ്പെടുത്തിറിയുന്നു, കല്ലെടുത്തെറിയുന്നു. പിന്നെ ഗുജറാത്തിൽ വെള്ളം കോരി മുകളിൽ നിന്ന് താഴേക്ക് ചൂടുവെള്ളം കോരി ഒഴിക്കുന്നു. അപ്പോൾ എല്ലായിടത്തും ഹിന്ദുക്കൾക്കെതിരെ ഇത്തരം ആക്രമണം നടത്തുന്നു. അപ്പോൾ ഇവരെന്താ ചിന്തിക്കുന്നത്? ഇന്ത്യയിൽ പോലും മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ ഹിന്ദുക്കൾക്കെതിരെ ഇത്രയും ആക്രമണം നടത്തുന്നു. ഇവിടെ നമ്മൾ താലിബാൻ മോഡൽ ഭരണം കൊണ്ടുവരാൻ പോകുന്നു, മതപരമായ ഭരണം കൊണ്ടുവരാൻ പോകുന്നു. അപ്പോൾ നമുക്ക് എന്തിനാണ് മറ്റു മതസ്ഥർ ഇവിടെ നിന്ന് ഹിന്ദുക്കളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യണം? നേരത്തെ ഈ ദുർഗാപൂജയുടെ അവസാന ദിവസം ബുരിഗംഗ നദിയിൽ ദുർഗാദേവിയുടെ വിഗ്രഹം നിമജ്ജനം ചെയ്യുന്ന അതാണ് ചടങ്ങുണ്ട്. ആ ചടങ്ങിന് അവിടെ അതിർത്തി രക്ഷാസേന കാവൽ നിൽക്കുമായിരുന്നു നേരത്തെ. ആ ഇടത്താണ് ഇപ്പോൾ പറയുന്നത് ആ ദുർഗാപൂജ നിർത്തിവെക്കുന്നത്. പക്ഷേ ഈ ബുധനാഴ്ച വൈകുന്നേരം രാജ്യത്തെ അഭിസംബോധന ചെയ്ത മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസ് ബംഗ്ലാദേശ് സാമുദായിക സൗഹാർദ്ദത്തിന്റെ രാഷ്ട്രമാണെന്ന് ഊന്നി പറയും, മതസൗഹാർദ്ദം തകർക്കുന്ന പ്രവർത്തനങ്ങളിൽ ആരും ഏർപ്പെടരുത് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഈ ഇതൊരു ഇരട്ടത്താപ്പായിട്ടല്ലേ? ഒരു സൈഡിൽ പറയുന്നു ആരും ഇതിനൊന്നും തടസ്സപ്പെടുത്തരുത്, നടപടി എടുക്കുമെന്ന് പറയുന്നു. ആരാധനാലയങ്ങളിൽ ആളുകളെ തടസ്സപ്പെടുത്തുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്നാണ് മതകാര്യ ഉപദേഷ്ടാവ് ഡോക്ടർ AFM ഖാലിദ് ഹുസൈൻ മുന്നറിയിപ്പ് നൽകിയത്. അധികാരികൾ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി. അപ്പൊ പിന്നെ ഇതാരാണ് ഇപ്പൊ ഈ പറയുന്നത് ഇത് ദുർഗാപൂജ നിർത്തിവെക്കണമെന്ന്? അതാണ് ഇവിടുത്തെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു സൈഡിൽ മറ്റൊരു സൈഡിലൂടെ ആക്രമിക്കുകയും ചെയ്യും. ഈ മുഹമ്മദ് യൂനിസ് എന്താ പറഞ്ഞത്? എനിക്ക് ലോക നേതാക്കളുടെയൊക്കെ പിന്തുണയുണ്ട്, ഞാൻ ഈ അധികാരത്തിൽ എത്തിയപ്പോൾ എന്നെ നരേന്ദ്രമോദിയൊക്കെ വിളിച്ച് ഫോണിൽ അഭിനന്ദിച്ചു. അങ്ങനെ ഒരു സംഭവം പോലും ഉണ്ടായി കാണില്ല. അപ്പോൾ ഈ മുഹമ്മദ് യൂനിസിനെ കൊണ്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയാൽ എങ്ങനെയാണ് ലോക രാഷ്ട്രങ്ങളുടെ പ്രതികരണം എന്ന് വാച്ച് ചെയ്യുകയാണ് ഈ ജമാഅത്ത് ഇസ്ലാമി. കാരണം ഇയാളെ എപ്പോഴെങ്കിലും എടുത്ത് കളയാലോ, ഇയാൾക്ക് പ്രായം കൊണ്ട് ആധിക്യം കൊണ്ട് മാറി നിൽക്കേണ്ട സമയമാണ്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഔദ്യോഗികമായി ഭരണത്തിലേക്ക് വരണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, നയതന്ത്ര മേഖലയിൽ എങ്ങനെ ഇടപെടണം, ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് യാതൊരു ഇതിലെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇന്ത്യയുടെ സൗഹൃദ രാജ്യമാണ് ബംഗ്ലാദേശ് ആയിരുന്നു എന്ന് പറയേണ്ടി. അതെ, ഷെയ്ഖ് ഹസീനയുടെ സമയത്തായിരുന്നു. ഷെയ്ഖ് ഹസീനയ്ക്ക് ശേഷം ഇന്ത്യ എത്രത്തോളം സൗഹൃദമായി ബംഗ്ലാദേശിനെ കാണുന്നു എന്ന് നമുക്കറിയില്ല. ഈ സമയത്ത് ഹിന്ദുക്കളെ ഈ തരത്തിൽ ഹിന്ദുക്കളുടെ ചടങ്ങുകളെ അല്ലെങ്കിൽ അവരുടെ പൂജകളെ അവരുടെ ആചാരങ്ങളെ ഒക്കെ ഇത്തരത്തിൽ അതിലേക്കുള്ള ഒരു കടന്നുകയറ്റം, അത് ഇന്ത്യ ഇനി നേരത്തെ മൗനം പാലിച്ച ഇന്ത്യ, ഒരു കലാപം ഉണ്ടാക്കാതിരിക്കാൻ മൗനം പാലിച്ച ഇന്ത്യ ഇപ്പോൾ ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ? സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. കാരണം ഇവർ പറയുന്ന അനുസരിച്ച് ഇപ്പം നേരത്തെ നമ്മൾ പറയില്ല, CA പോലെയുള്ള നിയമങ്ങൾ വരുമ്പോൾ ഈ ബംഗ്ലാദേശ് പോലെയുള്ള അതിർത്തി നഗരങ്ങളിൽ, അതായത് അതിർത്തി രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇന്ത്യയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ പൗരത്വം നൽകാം എന്ന് പറയുന്ന ചില സൂചനകളാണ്. എന്ന് പറയുന്ന പോലെ ഇവർക്ക് ഇങ്ങോട്ടേക്ക് വരാനൊരു അവസരം നമ്മൾ ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി തുറന്നു കൊടുത്തിട്ടില്ല. നിങ്ങൾ ഇങ്ങോട്ട് പോരൂ, ഞങ്ങൾ നിങ്ങൾക്ക് അഭയം തരാമെന്ന് ഇന്ത്യ പറഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ തകരണ്ട എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒരു പരിധി, എന്തിനൊരു ലിമിറ്റ് ഉണ്ടാവില്ല. ആ പരിധി കഴിഞ്ഞാൽ ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കും, പ്രധാനമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കും നമുക്കറിയില്ല. മാത്രമല്ല ഹിന്ദുക്കൾ കൂട്ടത്തോടെ ലോക രാജ്യങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷിക്കൂ, ഞങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ UN അതിനകത്ത് ഇടപെടാം, വേണമെങ്കിൽ ഇന്ത്യയെ നിങ്ങൾ അതിനകത്ത് സഹകരിച്ചുകൂടെ എന്നൊക്കെ പറയാം.
അങ്ങനെ ചെയ്താൽ ഇന്ത്യക്ക് ഇപ്പം നേരത്തെ പറയുന്ന പോലെ 7-8 മണിക്കൂർ കൊണ്ട് ബംഗ്ലാദേശിനെ പൂർണ്ണമായിട്ടും നിഷ്പ്രഭമാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ആ രാജ്യത്തെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താൻ പറ്റും. പക്ഷേ ഇന്ത്യ യുദ്ധത്തോട് ഒരു അനുകൂല നിലപാടല്ല സ്വീകരിക്കുന്നത്. മാത്രമല്ല ബംഗ്ലാദേശികളോട് മൊത്തത്തിൽ ഇന്ത്യക്ക് വലിയ അനുഭാവമൊന്നുമില്ല. ഈ ഷേഖ് ഹസീന നിൽക്കുമ്പോൾ ബംഗ്ലാദേശ് ഭരണകൂടവും ഇന്ത്യയും തമ്മിൽ അല്ലെ നരേന്ദ്രമോദിയും തമ്മിൽ നല്ല ബന്ധമാണ്. ബംഗ്ലാദേശിൽ ഏറിയ പങ്കുള്ള ആൾക്കാർ ഏതാണ്ട് പാക് മനോഭാവമുള്ളവരാണ്. കാരണം പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണല്ലോ. അവർക്ക് ഇന്ത്യ എന്ന് പറയുന്നത് അത്ര ഇഷ്ടമുള്ള രാജ്യമൊന്നുമല്ല. ഈ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ തന്നെ അറിയത്തില്ല, ബംഗ്ലാദേശ് ഇന്ത്യയും കൂടെ ഒരു തീവ്ര മൈൻഡാണ്. അപ്പോൾ പാകിസ്ഥാനെ പോലെ ഒരു ശത്രു രാജ്യമായി നിന്നില്ല ഇതുവരെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അമേരിക്കയുടെ ഒക്കെ ഒരു പിന്തുണ കിട്ടിയതോടുകൂടി ഞങ്ങൾ ഏതാണ്ട് വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മളും ആഗ്രഹിക്കുന്നത് ഇന്ത്യ ഇതിനകത്ത് ഇടപെട്ടിട്ട് ഈ ഹൈന്ദവ ജനതയെ അവിടെ നിന്ന് മോചിപ്പിക്കുക. അതല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ഇനി ഉപദ്രവിച്ചാൽ, നിങ്ങൾ ആക്രമിച്ചാൽ ഞങ്ങൾ ഇടപെടും എന്നൊരു വാണിംഗ് നൽകുക. ഇത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഭരണകൂടമല്ലേ അത് പറയേണ്ടത്. 1971 വിമോചന സമരകാലത്ത് ഹിന്ദുക്കളുടെ എണ്ണം അവിടെ 22%. അതിപ്പോൾ ഈ സമയത്ത് 8% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 8%, 170 ദശലക്ഷം വരുന്ന ജനസംഖ്യയുടെ 8%. ആ 8% ഇപ്പോൾ ഇന്ത്യ അവരെ ഉൾക്കൊള്ളണമെങ്കിൽ അതിനുള്ള പ്രാപ്തി ഇന്ത്യക്ക് ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ? അല്ല, ഇന്ത്യക്ക് പ്രാപ്തിയൊക്കെ ഉണ്ട്, ഇന്ത്യ വേണം. പക്ഷേ ഇന്ത്യ റിസ്ക് എടുക്കുക എന്നുള്ള കാര്യം കാരണം നമുക്കിവിടെ തന്നെ 140 കോടി ജനതയുണ്ട്. അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് മറ്റൊരു രാജ്യത്തെ പ്രശ്നങ്ങൾ മുഴുവൻ നമ്മൾ ഏറ്റെടുക്കണമോ എന്നുള്ള ചിന്തയാണ്. അതാണ് ഇന്ത്യയുടെ ഒരു നയതന്ത്ര നിലപാട്. മറ്റ് രാജ്യങ്ങളുടെ കാര്യത്തിലൊക്കെ സഹായിക്കാനും അതിനൊക്കെ ചെല്ലുമെങ്കിലും അനാവശ്യമായ റിസ്ക് എടുത്ത് ഒരിക്കലും നമ്മൾ തോളെ വെക്കില്ല. അത് കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായ ഒരു മാറ്റമാണ്. ഇവിടെ ഹിന്ദുക്കളെ അങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ സർക്കാർ ഒരുപക്ഷെ ഹൈന്ദവരോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു, ഇസ്ലാം മതത്തിൻ്റെ കടന്നുകയറ്റത്തെ എതിർക്കുന്നു എന്നല്ലാതെ അയൽ രാജ്യത്ത് പോയി അത്തരം ഒരു സാഹസത്തിന് മുതിരുമോ എന്നുള്ള കാര്യത്തിൽ നല്ല സംശയമുണ്ട്. പ്രത്യേകിച്ച് മോദിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ തന്നെ യുദ്ധമുണ്ടാകുമ്പോൾ സമാധാനപരമായി അതിനെ തീർക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്, പെരുമാറുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. ആ പ്രധാനമന്ത്രി ബംഗ്ലാദേശിൽ പോയി അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളോട് പിന്നെ അവരെ തൊട്ടാൽ നിങ്ങളെ ഞങ്ങൾ വച്ചേക്കില്ല എന്നൊന്നും പറയാനുള്ള അത്തരത്തിലേക്കുള്ള പോകുമെന്ന് തോന്നില്ല. പിന്നെ ഇന്ത്യ അറിഞ്ഞൊന്ന് പെരുമാറിയാൽ തീരാവുന്ന രാജ്യമേ ഉള്ളൂ ബംഗ്ലാദേശ് എന്നുള്ളത് ബംഗ്ലാദേശ് മനസ്സിലാക്കണം. ഇവിടെ യൂനസിനെ മുൻനിർത്തിക്കൊണ്ട് ജമാഅത്ത് അവരുടെ നിയമങ്ങളും അവരുടെ ആചാരങ്ങളും അവരുടെ കാര്യങ്ങളും അവർക്കുള്ള ലക്ഷ്യങ്ങളും ഒക്കെ അവരുടെ താല്പര്യങ്ങളും ഒക്കെ ആ രാജ്യത്ത് നിലനിർത്താൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ യൂനസിനെ വെറും കളിപ്പാവയാക്കിക്കൊണ്ട് ജമാഅത്താണ് ഇപ്പോൾ ബംഗ്ലാദേശിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിസ്കാര സമയത്ത് ദുർഗാപൂജ വേണ്ട, നിർത്തിവെക്കണം. ഇനി നാളൊരു സമയത്ത് ബംഗ്ലാദേശിൽ ദുർഗാപൂജ പാടില്ല, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ തുറക്കാൻ പാടില്ല, ഹിന്ദുക്കൾ ആചാരാനുഷ്ഠാനങ്ങൾ നടത്താൻ പാടില്ല എന്നൊരു തീരുമാനം അല്ലെങ്കിൽ എന്നൊരു നിയമം കൊണ്ടുവരാതിരിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത്രത്തോളമാണ് 100-110 വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളാണ് ഈ കലാപത്തിൽ അടിച്ചു തകർത്തത് എന്നുള്ളതാണ്. പള്ളികളെ ആക്രമിക്കാൻ മുതിർന്നിട്ടില്ല, പക്ഷെ പിന്നീട് പള്ളികളിൽ നിന്ന് വരെ ഈ ഉച്ചഭാഷണിയിലൂടെ ഹിന്ദുക്കളെ ആക്രമിക്കരുത് എന്നുള്ള ഒരു നിലപാടെടുക്കാൻ സർക്കാരിനെ തുനിയേണ്ടി വന്നു. കാരണം ലോകരാജ്യങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യം നിലനിൽക്കെ ഇനി എന്ത് നിലപാടായിരിക്കും ഈ ഹിന്ദു സമൂഹത്തോട് ജമാഅത്തെ കാണിക്കുന്ന ഇത്തരം നിലപാടുകൾക്ക് ഏത് തരത്തിലുള്ള പ്രതികരണമായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്.